ഹലോ, മിന്നൂസ് കെ സ്മൈലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും സേഫാണ് ഇരിക്കണം. ഓക്കെ, എന്തെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര കാറ്റും മഴയാണെന്നൊക്കെ അറിഞ്ഞു. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ എന്തെന്നറിയോ, ഒരു മരം വീണിട്ട് വീടിൻ്റെ കിച്ചൺ മാത്രമുണ്ട്, പിന്നെ ഫ്രണ്ടും ബെഡ്റൂമും എല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും മരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആക്കാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ പിന്നെ എന്താണെന്നറിയാം, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ചോറും കൊണ്ടൊരു റെസിപ്പി. ഓക്കെ, നമ്മളിന്ന് ഇഡ്ഡലി ദോശ ഇതൊക്കെ തിന്ന് നമ്മൾ മടുത്തില്ലേ, അപ്പം നമ്മൾ ചോറും കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്, അതിൻ്റെ പേര് ചിത്രാന്ന. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ, വരൂ. ഇത് കുറച്ച് റൈസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂട് റൈസ് ആണെങ്കിലും നമുക്ക് രാത്രി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, ഫ്രഷായ റൈസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി, കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് കൊറിയൻഡർ ലീവ്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, കറി ലീവ്സ്. ഓക്കെ, പിന്നെ ഇതിന് വേണ്ടത് കടുക്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കടല. ഓക്കെ, ഇത് പരിപ്പ് കടല. ഓക്കെ, ഇത് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. ഇത്ര ഐറ്റം മതി കേട്ടോ. ഓക്കെ, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാവേ. ഇത് പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുവാണേ. സിമ്മ് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഓക്കെ, കുറച്ച് ഓയിൽ ഒഴിച്ചു. ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു കടുക് ഇടുന്ന കാര്യം ഞാൻ പറയാൻ മറന്നുപോയേ. കുറച്ച് കടുക് ഇടണം കേട്ടോ. സിമ്മ് കുറച്ച് വെച്ചാൽ മതി സ്റ്റാർട്ടിങ്. കുറച്ച് കടലപ്പരിപ്പ് ഇടണേ. സിം കുറച്ച് വെക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കടല. ഈ കടല ഇതൊക്കെ എന്താണെന്നറിയോ, നമ്മൾ ഇപ്പം നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുറച്ച് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടൊന്നുമല്ല, ഞാനിപ്പം വർക്കിന് പോകുന്ന സമയത്ത് ലഞ്ചായിട്ട് ഞാനിത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ. നമ്മുടെ നാട്ടിലേക്ക് ഒരു 10:30 അല്ലെ 11 മണിക്ക് ശേഷം നമ്മുടെ നാട്ടിലൊന്നും ഈ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റുകളൊന്നും കിട്ടത്തില്ലല്ലോ. ഇവിടെ നമുക്ക് ഉച്ചയ്ക്കാണേലും എപ്പോഴാണേലും നമുക്ക് ഏത് ഹോട്ടലിൽ ചെന്നാൽ പോലും ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റുകൾ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ കുറേ എന്തെങ്കിലുമൊക്കെ സമയം കഴിയുമ്പോൾ കിട്ടില്ല. ഇത് നമ്മളെങ്ങനെയാണെന്ന് അറിയാമോ, കുറച്ച് ഉള്ളിയുടെ കൂടെ കുറച്ച് പച്ചമുളക് ഇടാവേ. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കരിവേപ്പില ഞാൻ ഫസ്റ്റ് ഇട്ടില്ല. എന്നാന്ന് ചോദിച്ചത് കരിഞ്ഞു പോകും. ഞാൻ സിമ്മ് കുറച്ചാണ് അതിന് കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യമിടുക. പിന്നെ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കുന്നവരൊക്കെ കുറച്ച് എണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് കുറച്ച് വഴണ്ട് വരട്ടെ. കുറച്ചുകൂടെ തീ കൂട്ടി വെക്കാവേ. ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലുണ്ടല്ലോ മഴയില്ല. മഴ പെയ്തിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 1 വീക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ രാവിലെ നല്ല തണുപ്പാണ്, പിന്നെ ഭയങ്കര കാറ്റ്. ഇത് കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കളർ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. നിങ്ങൾക്ക് കളർ നല്ലപോലെ യെല്ലോ കളർ വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം, ഇല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളർ ആണെങ്കിലും മതി. ഞാൻ വെച്ച് ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനുണ്ടല്ലോ, ഞങ്ങളിവിടെ ചോറിന് ഉപ്പിട്ടാണ് വേവിക്കുന്നത്. കാരണം ഇവിടെ ആർക്കും ഷുഗർ BP ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉപ്പിട്ടിട്ടാണ് വേവിക്കുക. ഉപ്പിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോഴല്ലോ ചോറ് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് അതേ ഉപ്പിൽ നോക്കി ഉപ്പിടുന്നത് കേട്ടോ. ഇത് കുറച്ച് അങ്ങോട്ട് വേവട്ടെ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, ചോറിന് ഓൾറെഡി ഉപ്പുണ്ട്, എന്നാലും കുറച്ച് ഉപ്പിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി എന്നറിയോ, നമ്മൾ കൊറിയൻഡർ ലീവ്സില്ലേ, അതിട്ട് കൊടുക്കാം. കൊറിയൻഡർ ലീവ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അധികം ഇത് മീൻസ് എണ്ണയിൽ നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും ലാംഗ്വേജിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇതൊരു ചെറിയതായിട്ടൊന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ച ലെമൺ ജ്യൂസ് ഇല്ലേ, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിനാണ് നമ്മൾ ലെമൺ റൈസ് എന്ന് പറഞ്ഞത്. ലെമൺ റൈസ് എന്നും പറയും, ചിത്രാന്ന എന്നും പറയും, ഒക്കെ പറയും.
ചിലരെന്ത് ചെയ്യുന്നറിയാം, ഇതിനകത്ത് ഉള്ളി ഉപയോഗിക്കില്ല. ഞാനിട്ട മിക്ക എല്ലാ സാധനങ്ങളും ഇടും. ഇത് ഞാനിട്ട് ചോറിടാം കേട്ടോ. നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണോ അത്ര വേണമെങ്കിലും ഇടാം. ഞാൻ വിടുവാണെങ്കിൽ നമുക്ക് രാത്രിയിലും കൂടെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം കൂടെ ഇടാം. നോക്കി നോക്കി ഇട്ടാൽ മതി കേട്ടോ. അതിൻ്റെ ഇത് മിക്സ് അനുസരിച്ച് നോക്കിയിട്ടാൽ മതി. ഓക്കെ, ഇത് ഫുൾ ഇടുവാണ്. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഒത്തിരി ഇളക്കല്ലേ. നമ്മളിങ്ങനെ തരിതരി പോലത്തെ ചോറില്ലേ, ചോറിങ്ങനെ അങ്ങനത്തെ ചോറിൽ ഉണ്ടാക്കാനാണ് ടേസ്റ്റ്. അങ്ങനത്തെ ചോറാണിത് കേട്ടോ, റൈസാണിത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. കുട്ടികൾക്കാണേലും ലഞ്ച് ബോക്സിനൊക്കെ ഇത് കൊടുത്താൽ മതി. അപ്പം നമുക്കൊന്നും എല്ലാം ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. ഇപ്പം നമുക്കാകുമ്പം നമ്മുടെ നാട്ടിൽ പിന്നെ മീനും ഇല്ലാത്ത പരിപാടിയേ ഇല്ല. എല്ലാവർക്കും മീൻ വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഉച്ചയ്ക്കാണെങ്കിൽ മീനിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും പിന്നെ മിച്ചറൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെയൊക്കെ നല്ല നമ്മളിത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ നല്ല രുചി കേട്ടോ. പിന്നെ കേട് ആയി വന്നിട്ടുണ്ട്. സിമ്മി ഓഫ് ചെയ്യാം കേട്ടോ. കാണുന്നില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നോക്കി, നല്ല വിട്ട് ചോറ് വിട്ട് വീഴുന്നു കണ്ടോ. ഇത് കണ്ടോ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ. എൻ്റെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.